Hi friends, welcome back to English Shine Academy. My friends, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലർക്കും വളരെ സംശയമുള്ള ഒരു ടോപ്പിക്കാണ്. അതാണ് എന്ത് ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, അതുപോലെ തന്നെ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. എന്താണ് വ്യത്യാസം? ആദ്യം നമുക്ക് നോക്കാം. ഈ ആറിൻ്റെയും ഈ എല്ലാ വേർഡിൻ്റെയും മലയാളത്തിൽ അർത്ഥം ഒന്നാണ്. എന്താണ്? കുറച്ച് എന്നർത്ഥം. കുറച്ച്. അത് ഫ്യൂ ആയിക്കോട്ടെ, ലിറ്റിൽ ആയിക്കോട്ടെ, എ ഫ്യൂ ആയിക്കോട്ടെ, എ ലിറ്റിൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അർത്ഥം എന്താണ്? കുറച്ച് എന്നർത്ഥം. കുറച്ച്. ഇനി എന്താ ഡിഫറൻസ് ആണ്? ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഈ മൂന്ന് വേർഡും എപ്പോഴും നമ്മൾ കൗണ്ടബിൾ നൗണിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ കഴിയാവുന്ന നൗണുകൾ. ഫോർ എക്സാമ്പിൾ പെൻ, പെൻസ്, പെൻ, മാർക്കർ, ബുക്ക്, ചെയർ, ഇതൊക്കെ നമുക്ക് എണ്ണാൻ കഴിയും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഇനി അടുത്താണ് ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ഇത് ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗണിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ കഴിയാത്ത നൗണിന്. ഫോർ എക്സാമ്പിൾ വാട്ടർ, വെള്ളം, ഷുഗർ, പഞ്ചസാര, ഇതുപോലെയുള്ള എണ്ണാൻ കഴിയാത്ത നൗണിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഉപയോഗിക്കുക. ഇനി നമുക്ക് വൺ ബൈ വൺ ഓരോന്നോരോന്നായി നന്നായിട്ട് ഇത് പഠിക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഫ്യൂ എന്ന് പറഞ്ഞാലും ലിറ്റിൽ എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? ഓൾമോസ്റ്റ് സീറോ എന്നർത്ഥം. ഓൾമോസ്റ്റ് സീറോ. ഇതൊരു നെഗറ്റീവ് വേർഡാണ്. ഈ ഒരു ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്താണ്? നെഗറ്റീവിനെയാണ് കാണിക്കുന്നത്. നെഗറ്റീവ്. ഇപ്പം ഞാൻ പറയാണ് ഐ ഹാവ് ഫ്യൂ ബുക്സ്. ഐ ഹാവ് ഫ്യൂ ബുക്സ് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ബുക്കില്ല എന്നർത്ഥം. ഓൾമോസ്റ്റ് സീറോ. എൻ്റെ അടുത്ത് ബുക്കില്ല എന്നർത്ഥം. ഓൾമോസ്റ്റ് സീറോ. നെഗറ്റീവ് വേർഡാണ്. ഓക്കെ. ഐ ഹാവ് ലിറ്റിൽ മണി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പണമില്ല എന്നർത്ഥം. ലിറ്റിൽ മണി എന്ന് വെച്ചാൽ എന്താണ്? ഓൾമോസ്റ്റ് സീറോ എന്നർത്ഥം. ഓൾമോസ്റ്റ് സീറോ ഒരു നെഗറ്റീവ് സെൻസ് ആണ്. നെഗറ്റീവ് സെൻസ്, അത് മറക്കരുത്. ഓക്കെ. ഇനി ഈ ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിലിൻ്റെ കൂടെ എ ചേർക്കുകയാണെങ്കിൽ എന്തായി? ഇതിനർത്ഥം സംതിങ്, എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നർത്ഥം. സംതിങ് എൻ്റെ അടുത്ത് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ല, ഒരു പോസിറ്റീവ് സെൻസ് ആണ്. പോസിറ്റീവ് മീനിങ് ആണ്. ഓക്കെ. എ ഫ്യൂ എന്ന് പറഞ്ഞാലും എ ലിറ്റിൽ എന്ന് പറഞ്ഞാലും എന്താണ്? എന്തെങ്കിലുമൊക്കെ ഉണ്ട്. സംതിങ് ഈസ് ദെയർ, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് പോസിറ്റീവ് മീനിങ് സെൻസ് ആണ്. പക്ഷേ നമ്മുടെ ഈ എ റിമൂവ് ചെയ്യുമ്പോൾ, ഫ്യൂ ലിറ്റിൽ ചേർക്കുമ്പോൾ എന്തായി? നെഗറ്റീവ് സെൻസ് ആയി, നെഗറ്റീവ് മീനിങ്, ഓൾമോസ്റ്റ് സീറോ. ഇനിയാണ് ദ ചേർക്കുക. നമ്മൾ എന് പകരം ഫ്യൂവിൻ്റെ കൂടെ അല്ലെങ്കിൽ ലിറ്റിലിൻ്റെ കൂടെ ദാണ് ചേർക്കുന്നെങ്കിലോ, ദ ഫ്യൂ, ദ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി, മൊത്തത്തിൽ, നമ്മുടെ എന്തൊക്കെ എത്ര ഉണ്ടോ അതൊക്കെ മൊത്തം. ഓക്കെ, ഹോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി. എത്രയാണോ നമ്മുടെ അടുത്തുള്ളത് അത് മൊത്തത്തെ കാണിക്കാനാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കാണിക്കാനാണ് നമ്മൾ ദ ഫ്യൂ അല്ലെങ്കിൽ ദ ലിറ്റിൽ ഉപയോഗിക്കുന്നത്. ഇനി ഉദാഹരണത്തിലൂടെ നമുക്ക് കൂടുതൽ പഠിക്കാം. നോക്കാം വൺ ബൈ വൺ. നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളാണ് എന്താണ്? ഫ്യൂ, അതുപോലെ തന്നെ ലിറ്റിൽ അല്ലേ? നോക്കാം. ഞാൻ പറയാണ് ഐ കാൺട്ട് ഹെൽപ്പ് യു എന്ന് വെച്ചാൽ ഐ കനോട്ട് ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ഇതൊരു നെഗറ്റീവ് അല്ലേ? എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, ഇതൊരു നെഗറ്റീവാണ്. അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കും, നെഗറ്റീവ് എടുക്കും. ഒന്നെങ്കിൽ ഫ്യൂ ഉപയോഗിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ലിറ്റിൽ ഉപയോഗിക്കണം. ഇനി എപ്പോഴും ഉപയോഗിക്കുക അത് തീരുമാനിക്കുന്നത് നമ്മുടെ നൗണാണ്. നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ ഫ്യൂ, അൺകൗണ്ടബിൾ ആണെങ്കിലോ ലിറ്റിൽ. നോക്കാം. ഐ കാൺട്ട് ഹെൽപ്പ് യു ആസ് ബിക്കോസ് കാരണം എൻ്റെ അടുത്ത് ഐ ഹാവ് മണി എന്താണ്? അൺകൗണ്ടബിൾ ആണ്. മണിയെ നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. എൻ്റെ കാരണം മണി, ഇപ്പോൾ ഞാൻ പറയാണ് റുപ്പീസ് എന്താണ്? കൗണ്ടബിൾ ആണ് അല്ലേ? ഡോളർ കൗണ്ടബിൾ ആണ്, യൂറോ കൗണ്ടബിൾ ആണ്, പേസ കൗണ്ടബിൾ ആണ്. എന്താ അതിന് കാരണം? ഇതൊക്കെ ഒരു കറൻസി അല്ലേ? ഇതൊക്കെ കറൻസിയാണ്. പക്ഷേ മണി എന്ന പേരിൽ, ഇപ്പം മണി ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും മണി എന്ന പേരിൽ അല്ലെങ്കിൽ ക്യാഷ് എന്ന പേരിൽ ഒരു പർട്ടിക്കുലർ കറൻസി ഈ ലോകത്തില്ല. കറൻസി ഇല്ലല്ലോ. മണി എന്ന പേരിൽ കറൻസി ഉണ്ടോ? ഇല്ല. ക്യാഷ് എന്ന പേരിൽ കറൻസി ഉണ്ടോ? അപ്പം അതുകൊണ്ട് മണി, ക്യാഷ്, ഈ രണ്ടിനെയും എപ്പോഴും അൺകൗണ്ടബിൾ ആയിട്ട് കാണണം. ഓക്കെ, അൺകൗണ്ടബിൾ ആയി, കൗണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ട് കാണണം. ക്ലിയർ? അതുകൊണ്ട് പറയാം ഐ കാൺട്ട് ഹെൽപ്പ് യു. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, കാരണം ഐ ഹാവ് ലിറ്റിൽ മണി. നമുക്ക് ലിറ്റിൽ ചേർക്കണം. കാരണം എന്താ? നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഇത് വേണം, സെൻസ് വേണ്ടേ? നെഗറ്റീവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലിറ്റിൽ മണി ചേർക്കും. ലിറ്റിൽ മണി. ക്ലിയർ? നിങ്ങൾ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എ ലിറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെൻറ്റൻസ് തെറ്റായി.
എന്താ, എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പറയുമോ? അങ്ങനെ പറയുമോ? എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയല്ലോ. അപ്പം എന്ത് ചെയ്യണം? നെഗറ്റീവ് മീനിങ് ആകുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസിൽ നെഗറ്റീവ് ചേർക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് ലിറ്റിൽ ചേർത്ത്? കാരണം മണി അൺകൗണ്ടബിൾ ആണ്. ഇനി ഐ കാൺ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ആസ് ബിക്കോസ്, കാരണം ബിക്കോസ് ഐ ഹാഡ് ഫ്യൂ ബുക്സ്. ബുക്സ് എന്താണ്? കൗണ്ടബിൾ ആണ്, അതുകൊണ്ട് ഞാൻ ഫ്യൂ ചേർത്തു. കാരണം എൻ്റെ അടുത്ത് ബുക്സ് ഇല്ല, എൻ്റെ അടുത്ത് ബുക്സ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. എ ഫ്യൂ, എ ലിറ്റിൽ. ഐ ക്യാൻ ബൈ ഇറ്റ്, ഐ ക്യാൻ ബൈ ഇറ്റ്, എനിക്കിത് വാങ്ങാൻ കഴിയും, എനിക്കിത് വാങ്ങാൻ കഴിയും. കാരണം കാരണം ഐ ഹാവ് എ ലിറ്റിൽ മണി, കാരണം എൻ്റെ അടുത്ത് കുറച്ച് പണമുണ്ട്, എൻ്റെ അടുത്ത് കുറച്ച് പണമുണ്ട്, എന്തെങ്കിലും ഉണ്ടല്ലോ എനിക്ക്, അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ കഴിയും എന്നർത്ഥം. കാരണം ഇവിടെ ഒരു പോസിറ്റീവ് അല്ലേ, ഇവിടെ നെഗറ്റീവ് ഉപയോഗിക്കാത്തത് കൊണ്ട് നെഗറ്റീവ് ഉപയോഗിക്കരുത്. ഇവിടെയും ഇവിടെ എന്ത് ഉപയോഗിക്കണം? പോസിറ്റീവ് ഉപയോഗിക്കണം, പോസിറ്റീവ് ഉപയോഗിക്കണം. ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾ എ ഒഴിവായി കഴിഞ്ഞാൽ ഇപ്പോൾ തെറ്റായി, എ ഒഴിവായി കഴിഞ്ഞാൽ തെറ്റായി അല്ലേ? എങ്ങനെ? എനിക്കിത് വാങ്ങാൻ കഴിയും കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നല്ലേ? എനിക്കിത് വാങ്ങാൻ കഴിയും കാരണം എൻ്റെ അടുത്ത് പൈസ ഇല്ല, അതൊരു തെറ്റാണ്. ക്ലിയർ? ഇനി ഇവിടെ നോക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. കാരണം ഐ ഹാവ് എ ഫ്യൂ ബുക്സ്, കാരണം എൻ്റെ അടുത്ത് കുറച്ച് ബുക്സ് ഉണ്ട്. ഇതൊരു പോസിറ്റീവ് സെൻസ് ആണ്. നിങ്ങൾ എന്നോട് ബുക്ക് ചോദിച്ചു, ഞാൻ പറയാണ് ഓഫ് കോഴ്സ് ഐ ക്യാൻ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. കാരണം ഐ ഹാവ് എ ഫ്യൂ ബുക്സ്, എ ഫ്യൂ ബുക്സ്, അല്ലാതെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും കാരണം എൻ്റെ അടുത്ത് ബുക്കില്ല എന്നല്ല. ഐ ഹാവ് ഫ്യൂ ബുക്സ് എന്ന് പറയുന്നത് ഐ ഹാവ് എ ഫ്യൂ ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായി. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ആണത് ദ ഫ്യൂ, ദ ലിറ്റിൽ. ഇത് നെഗറ്റീവും ആകാം അല്ലെങ്കിൽ പോസിറ്റീവും ആകാം, നമുക്കറിയില്ല എന്താണെന്ന്. കാരണം ഇതിൻ്റെ അർത്ഥം മൊത്തത്തിൽ, കംപ്ലീറ്റ്ലി. ഓക്കെ, നമുക്ക് നോക്കാം. ഐ സ്പെൻറ്റ്, ഞാൻ ചിലവഴിച്ചു. സെക്കൻഡ് ഫോം ആണ്, സിമ്പിൾ പാസ്. ഐ സ്പെൻറ്റ്, ഞാൻ ചിലവഴിച്ചു. ദ ലിറ്റിൽ മണി, ദ ലിറ്റിൽ മണി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള എല്ലാ പൈസയും. ദാറ്റ് ഐ ഹാഡ്, എൻ്റെ അടുത്തുണ്ടായിരുന്ന എല്ലാ മണിയും എല്ലാ പൈസയും ഞാൻ ചിലവഴിച്ചു എന്നർത്ഥം. ഐ സ്പെൻറ്റ് ദ ലിറ്റിൽ, മണി ദാറ്റ് ഐ ഹാഡ്. ഇവിടെ ദാറ്റ് ഐ ഹാഡ് എന്ന് പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പണം ഞാൻ ചിലവഴിച്ചു എന്നർത്ഥം. അപ്പോൾ ദ ലിറ്റിൽ മൊത്തത്തിലുള്ള. ക്ലിയർ? മൊത്തത്തിലുള്ള. ഓക്കെ, ഇവിടെ ഈ ദാറ്റ് ഐ ഹാഡ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ എന്ത് എഴുതാമായിരുന്നു? ഐ സ്പെൻറ്റ് എ ലിറ്റിൽ മണി എഴുതാമായിരുന്നു. ഐ സ്പെൻറ്റ് എ ലിറ്റിൽ മണി എന്ന് എഴുതാമായിരുന്നു. കറക്റ്റാണ്. പക്ഷെ ഇവിടെ ദാറ്റ് ഐ ഹാഡ് വന്നോടുകൂടി, ദാറ്റ് ഐ ഹാഡ് എൻ്റെ അടുത്തുണ്ടായിരുന്ന എല്ലാം, എൻ്റെ അടുത്തുണ്ടായിരുന്ന, ഇവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്ന പറഞ്ഞില്ലേ എന്നുവെച്ചാൽ ഇത് മൊത്തത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, മൊത്തത്തെയാണ് കാണിക്കുന്നത്. ഐ സ്പെൻറ്റ് ദ ലിറ്റിൽ മണി ദാറ്റ് ഐ ഹാഡ്. ക്ലിയർ മൈ ഫ്രണ്ട്സ്? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനിയാണ് ഐ ലോസ്റ്റ് ദ ഫ്യൂ ബുക്സ് ദാറ്റ് ഐ ഹാഡ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന എല്ലാ ബുക്സും ഞാൻ കളഞ്ഞു എന്നർത്ഥം. ക്ലിയർ? ഇനി ഞാൻ പറയാണ്, ഇവിടെ ദാറ്റ് ഐ ഹാഡ് ഇല്ലെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഐ ലോസ്റ്റ് ദ ഫ്യൂ ബുക്സിന് പകരം നിങ്ങൾക്ക് അതും എഴുതാം. എഴുതാൻ പറ്റും. ഐ ലോസ്റ്റ് എ ഫ്യൂ ബുക്സ്, കുറച്ച് ബുക്സ് ഞാൻ കളഞ്ഞു, അല്ലെങ്കിൽ കളവ് പോയി എന്ന് പറയാം. ഇവിടെ ദാറ്റ് ഐ ഹാഡ് വന്നതോടുകൂടി എ ലിറ്റിൽ, അല്ലെങ്കിൽ ഇവിടെ എ ചേർക്കാൻ പാടില്ല. ഇവിടെ എ ചേർത്ത് തെറ്റാണ്. കാരണം ഇവിടെ ദാറ്റ് ഐ ഹാഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. ദാറ്റ് ഐ ഹാഡ് എൻ്റെ അടുത്തുണ്ടായിരുന്ന അല്ല, ഞാൻ ഇത് നമ്മുടെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ മൊത്തത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ദ ലിറ്റിൽ ഉപയോഗിച്ചു. ഓക്കെ, ദ ലിറ്റിൽ, ദ ഫ്യൂ. ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു ലിറ്റിൽ എപ്പോഴും നമ്മൾ അൺകൗണ്ടബിളിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അൺകൗണ്ടബിളിന് വേണ്ടിയാണ് ഉപയോഗിക്കാറ്. ക്ലിയർ? ഇവിടെയും ലിറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൺകൗണ്ടബിൾ തന്നെയാണ് ഇവിടെ മീനിങ്. ഇവിടെ ചൈൽഡ് എന്താണ്? കൗണ്ടബിൾ ആണ്, അറിയാം. പക്ഷെ ഇവിടെ മീനിങ് വേറെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡോണ്ട് മേക്ക് എ നോയ്സ്, ഡോണ്ട് മേക്ക് എ നോയ്സ്. നമുക്കറിയാം നോയ്സ് എന്താണ്? അൺകൗണ്ടബിൾ അല്ലേ? നോയ്സ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്, കൗണ്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ എ ഉപയോഗിച്ചല്ലോ. എ സാധാരണ എപ്പോൾ ഉപയോഗിക്കാറ്?
എ ഉപയോഗിക്കുന്നത് ഒന്നിനല്ലേ, സിംഗുലർ നൗണിനെ കാണിക്കാൻ, സിംഗുലർ കൗണ്ടബിൾ നൗണിനെ കാണിക്കാനാണ്. ഇപ്പോൾ എണ്ണാൻ കഴിയാവുന്ന ഒന്നിനെ കാണിക്കാനാണ് നമ്മൾ എ ഉപയോഗിക്കുക. ഇവിടെ നോയ്സ് എന്താണ്? ശബ്ദം. നോയ്സ് അൺകൗണ്ടബിൾ ആണ്, കൗണ്ട് ചെയ്യാൻ കഴിയില്ല, പിന്നെ ഉപയോഗിച്ചു. അതിൻ്റെ അർത്ഥം ഇവിടെ എന്റെ വേറെ അർത്ഥമാണ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറഞ്ഞാൽ എനിയാണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എനി എന്ന അർത്ഥം. അതുപോലെ ഇവിടെ ലിറ്റിലിന്റെ അർത്ഥം വേറെയാണ്. ഞാൻ പറയാണ് എ ലിറ്റിൽ ചൈൽഡ്. എ ലിറ്റിൽ ചൈൽഡ്. ഇവിടെ എ ലിറ്റിൽ ചൈൽഡ് എന്ന് വെച്ചാൽ ഒരു പ്യാരാസ ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ക്യൂട്ട് കുട്ടി. ക്യൂട്ട്. ഇവിടെ ക്യൂട്ട് എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് ക്യൂട്ട് എന്നൊക്കെയാണ് അർത്ഥം? ക്യൂട്ട് അല്ലെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള, അല്ലെങ്കിൽ സുന്ദരമായ, അല്ലെങ്കിൽ ക്യൂട്ട്നെസ്, ബ്യൂട്ടിഫുൾ, അതൊക്കെയാണ് ഇവിടെ അർത്ഥം. ഇവിടെ ലിറ്റിലിൻ്റെ അർത്ഥം അതൊക്കെയാണ്. ഓക്കെ. പക്ഷെ ഇവിടെ സ്മോൾ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൈസാണ് കാണിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ സൈസാണ്, സൈസ്. ഇവിടെ സൈസ് മാത്രമല്ല, ഇവിടെ മെയിനായിട്ട് കാണിക്കുന്ന ക്യൂട്ട്നെസ് ആണ്. ക്യൂട്ട്നെസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ. സോ ഐ ഹോപ്പ് എവ്രിബഡി. ഇവിടെ എന്താണ്? സ്മോൾ എന്ന് പറഞ്ഞാൽ സൈസിനാണ് കാണിക്കുന്നത്. സൈസ്. ഇവിടെ സൈസ് അല്ല, മെയിനായിട്ട് ഇവിടെ ക്യൂട്ട്നെസ്. സോ മൈ ഫ്രണ്ട്സ്, ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നന്നായി മനസ്സിലായിരുന്നു. സോ മൈ ഫ്രണ്ട്സ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്ലീസ് ഷെയർ മൈ വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. താങ്ക് യു എവ്രിവൺ.